അശ്വിൻ പ്രസാദ് നേരത്തെ തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. അശ്വിൻ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെ എന്താണ് നിലവിലെ ഒരു സ്ഥിതി? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്, കാരണം കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് നേരത്തെ റോഷിപാൽ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ജാഗ്രത പാലിക്കുന്നത്? വിനിത, തീർച്ചയായും കാലവർഷം നേരത്തെ എത്തിയതോടുകൂടി തന്നെ ഞാനിപ്പോഴുള്ള ഈ പൂന്തുറ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളടക്കം മൊത്തത്തിൽ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലാണ്. കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവർക്ക് കടലിലേക്ക് ഇറങ്ങി അവരുടെ തൊഴിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ കാണാം, ഈ പൂന്തുറയിൽ അതിശക്തമായ തിര തന്നെയുണ്ട്. നേരത്തെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണുകൾ ഈ കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇടിഞ്ഞിടിഞ്ഞ് ഈ തീരശോഷണവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് വലതുഭാഗത്തായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇവിടെ കൂട്ടത്തോടെ അവരുടെ വീടിന് മുന്നിലേക്ക് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിലേക്ക് അവരുടെ ഉപജീവന മാർഗമായ ഈ മത്സ്യബന്ധനത്തിലേക്ക് ഏർപ്പെടാൻ ഇവർക്ക് കഴിയില്ല. മാത്രമല്ല, ഈ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഇവരുടെ മത്സ്യബന്ധന ബോട്ടുകളും വലകളും ഒക്കെ ഇത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് വെറുതെയുടെ ഒരു കാലഘട്ടം സമയം കൂടിയാണ് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം. ചേട്ടാ, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കടലിൽ പോകാൻ പറ്റത്തില്ലല്ലോ? കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കടലിറങ്ങാൻ ഒരാഴ്ചയോളമായി ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അത് മാത്രമല്ല, ഞങ്ങൾ പൂന്തറയിൽ ഇനിയും പണിക്ക് പോകാനും പറ്റൂല. കാരണം ഈ വർഷകാലം വന്നു തീർന്ന ഇവിടുന്ന് ഞങ്ങൾ ആശ്രയം വിഴിഞ്ഞത്താണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ലപോലെ പണിക്ക് പറഞ്ഞ് അവരുടെ ഓരോ ടൈമുകളും കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങൾക്ക് സമയത്തിനൊന്നും പഠിക്കാൻ പറ്റൂല. അപ്പം ഞങ്ങളുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും തെങ്ങി കിടക്കുന്ന പൂന്തറയിൽ വന്നിട്ട്, അതായത് വിഴിഞ്ഞത്തിൻ്റെ ഒരു 4 ഇരട്ടി ആൾക്കാർ ഇവിടെ ഉണ്ട്. വെള്ളം അതിനനുസരിച്ച് 4 ഇരട്ടി വെള്ളമുണ്ട്. ഓ, ഈ തീരശോഷണം ഉണ്ടല്ലോ, കടലിൽ കയറി വരുവാണല്ലോ. ഞങ്ങൾക്ക് അടുത്തടുത്തിരിക്കും. ഇവിടെ പണിക്ക് പോകാൻ പറ്റൂല. വീടിൻ്റെ അകത്ത് കടൽ കയറും. പക്ഷേ പണിക്ക് പോകാനും പറ്റൂല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് പണി ചെയ്യാനും പറ്റില്ല. കാരണം ഇത്രയും ജനങ്ങളുള്ള സ്ഥലത്ത്, ഇത്രയും വള്ളങ്ങളുള്ള സ്ഥലത്ത് ഒരു ചെറിയ മിനി ആർബർ പോലും ഞങ്ങൾക്ക് തരാനായിട്ട് അവർ അനുവദിക്കണില്ല. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. കാരണം ഇവരുടെ ഉപജീവന മാർഗമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കടലിലേക്ക് പോകാൻ കഴിയാൻ നിൽക്കുന്നത്. ഇവിടെ ചുറ്റും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സ്ത്രീകളടക്കം ഇവർ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഈ വള്ളങ്ങളും അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ സുരക്ഷിതമായി മാറ്റിവെക്കുന്ന കാഴ്ചകളാണ് ഉള്ളത് എന്നുള്ളതാണ്. മുതിർന്നവരടക്കം ഇവിടേക്ക് ഇറങ്ങി ഒന്നിച്ച് ഇത് ചെയ്യുന്നു. പക്ഷേ ഇനി ഉള്ള ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തെങ്കിലും ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു എന്താ ബുദ്ധിമുട്ടാണോ ഇനി? ചേട്ടാ, ഇനിയുള്ള ദിവസങ്ങളിലെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ആഹാരത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. മക്കളെ വളർത്തുന്നത്, മക്കൾ ഫീസും കൊടുക്കണ്ടല്ലോ. കടലാക്രമണം വന്നാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ധനസഹായം ചെയ്യണം, മനസ്സിലായല്ലോ? അതാണ് അവരുടെ ആവശ്യം. ഏതായാലും വ്യക്തമാണ് അശ്വിൻ ടിയാഗോ. തീരമേഖലയിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ കടലാക്രമണ ഭീഷണി കൂടി ഉള്ളത് കൊണ്ട് അവിടുത്തെ ഒരു സാഹചര്യമാണ് അശ്വിൻ വിശദീകരിച്ചത്.